ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് രാമക്ഷേത്ര നിർമ്മിതിക്ക് ശേഷമാണെന്ന് RSS മേധാവി മോഹൻജി ഭാഗവതിൻ്റെ പ്രസ്താവനയുടെ വിവാദം ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ഇപ്പോൾ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 1 വർഷം ഇപ്പോൾ പൂർത്തിയാവുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് രാമക്ഷേത്രത്തിൻ്റെ സ്ഥാപനം ആണോ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം? അല്ല, അത് ഈ പ്രസംഗത്തിൽ ഒരു ആലങ്കാരികമായ പ്രയോഗം നടത്തിക്കഴിഞ്ഞാൽ അതിനൊരു വാച്യാർത്ഥം കൊടുത്ത് ബഹളം വയ്ക്കുന്ന കഥയില്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം, ഇതാണ് സാംസ്കാരികമായ സ്വാതന്ത്ര്യം. ഇതൊക്കെ സ്വാമി വിവേകാനന്ദനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കലും പറഞ്ഞിരുന്നു, സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ വിചാരിച്ചാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് ആ പ്രക്രിയ അങ്ങ് പൂർത്തിയാക്കാൻ പറ്റും. പക്ഷേ ആ സ്വാതന്ത്ര്യം കൊണ്ടു നടക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടോ എന്ന് സ്വാമി വിവേകാനന്ദൻ ചോദിക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, അറിയാമോ? സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തിട്ടില്ല. നാരായണ ഗുരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ആൾക്കാർ പറയുമ്പോൾ അതിനൊരു വാച്യാർത്ഥമല്ല എടുക്കേണ്ടത്, അതിൻ്റെ ഭാവാർത്ഥം നമുക്ക് മനസ്സിലാകും. സാംസ്കാരികമായ നമ്മളുടെ മുന്നേറ്റം, അതിൽ ഒരു കളങ്കമായിരുന്നു ഈ പറഞ്ഞ അയോധ്യയിലെ ഇവർ ബാബറി മസ്ജിദ് എന്ന് വിളിക്കുന്ന കെട്ടിടം. അതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രാമക്ഷേത്രം പൊളിച്ച് പണിഞ്ഞതാണെന്ന് സയൻറ്റിഫിക്കലി, ഹിസ്റ്റോറിക്കലി, ആർക്കിയോളജിക്കലി എല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. കാര്യം നമുക്ക് പൊളിറ്റിക്കൽ ഫ്രീഡം കിട്ടിയെങ്കിലും കൾച്ചറൽ ഫ്രീഡം ഇപ്പോൾ ഉണ്ട്, കുറവൊന്നുമില്ല അതിന്. ബട്ട് റീക്ലെയിമിങ് അവർ പാസ്റ്റ് അതൊരു പ്രശ്നമാണല്ലോ. ബേസിക്കലി ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു വൂണ്ടഡ് സിവിലൈസേഷനാണ്, മുറിവേറ്റ ഒരു നാഗരികതയാണ് ഒരു ആവറേജ് ഹിന്ദുവിൻ്റെ. അവൻ പലപ്പോഴും അത് അറിയുന്നില്ല, അവനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു, അവന് പള്ളിക്കൂടത്തിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അവനിങ്ങനെ മറന്നു പോകുന്നു. നമ്മുടെ ഒരു 2 ഏക്കർ ഭൂമി ഒരാൾ കയ്യേറി, നമ്മളുടെ അപ്പൂപ്പനെ അനങ്ങിയില്ല, കേസും കൊടുത്തില്ല, അപ്പൂപ്പൻ മരിച്ചു. അച്ഛൻ ഇതറിയാം, അച്ഛൻ ഇനി വഴക്ക് കുത്തിപ്പിടിക്കുമ്പോൾ ഞാനില്ലപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനും മരിച്ചു. നമുക്കിതറിയാനേ പാടില്ല. നമ്മളെ 2 ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമുക്കതൊരു ഗ്രീവൻസായിട്ടോ മുറിവായിട്ടോ കിടക്കുന്നില്ല. ആ മുറിവ് സഹിച്ചത് നമ്മുടെ അച്ഛനാണ്. അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടില്ല ഇതിങ്ങനെ ഉള്ളിൽ കൊണ്ടുവന്നു. അപ്പോൾ സിവിലൈസേഷൻ്റെ കാര്യത്തിൽ പേഴ്സണലി നിങ്ങളുടെ 2 ഏക്കർ പോയെങ്കിൽ ആ നഷ്ടം എന്ത് വാങ്ങിക്കോട്ടെ, അത്രേ ഉള്ളൂ. ബട്ട് ഒരു സിവിലൈസേഷന് ഈ നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിവിലൈസേഷനിൽ ഗ്ലോറി തിരിച്ച് പിടിക്കാനായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അവർ ധൃതി പിടിച്ചിട്ട് ലെനിൻ്റെ, സ്റ്റാലിൻ്റെയൊക്കെ പ്രതിമകൾ ക്രെയിനൊക്കെ വെച്ച് പൊക്കി. എന്താ പ്രതിമ അവിടെ നിന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിസം പോയി, ഗോർബച്ചേവ് അത് ഡിസ്മാൻഡിൽ ചെയ്തു, ഒക്കെ കഴിഞ്ഞു. ആ പ്രതിമ അവിടെ നിന്നോട്ടെ, കാശ് മുടക്കി ഉണ്ടാക്കിയതല്ലേ എന്ന് ഇല്ല. അതൊരു സിമ്പലാണ്, അതവിടെ നിൽക്കാൻ പാടില്ല. ഇതുകൊണ്ടാണ് ആൾക്കാർ റോഡിന് പേര് കൊടുക്കണം, പാലത്തിന് പേര് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിക്കുന്നത്. ആ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, പട്ടംതാണുപിള്ള ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, AK ഗോപാലൻ ഉണ്ടായിരുന്നു എന്നുള്ള സ്മരണയ്ക്കൊരു കല്ലെങ്കിലും വേണ്ട. ഇപ്പോൾ ഭാവി തലമുറ കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞു ചോദിക്കും, ആര് ഈ AK ഗോപാലൻ? അല്ല EMS എന്നുണ്ടെങ്കിൽ ആരാ ചേട്ടാ ഇത്? എന്നോട് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ അന്താളിച്ച് പോയിട്ടുണ്ട് ചോദ്യം കേട്ടോ. ഒന്ന്, അടിയന്തരാവസ്ഥ എന്ന് വെച്ചാൽ എന്താ? ആലോചിച്ച് നോക്ക്. 75-ലാണ് അടിയന്തരാവസ്ഥ. 75-ൽ ഒരു 15 വയസ്സെങ്കിലും ഉള്ള ചെറുക്കനെ അടിയന്തരാവസ്ഥ എന്താണെന്ന് ഓർമ്മയുണ്ടാവുള്ളൂ, കുറച്ചെങ്കിലും. അതിൽ പെട്ടിട്ടില്ല അവൻ, പുറത്തു നിന്നെങ്കിലും അത് കണ്ടിട്ടുള്ള ഓർമ്മ. ആ 75-ൽ 15 വയസ്സുള്ള ആളിന് ഇപ്പോൾ എത്ര വയസ്സുണ്ടാകണം? 65-66 വയസ്സുണ്ടാകണം. നമ്മുടെ ജനസംഖ്യയിൽ 66 വയസ്സുകാർ എത്രയുണ്ട്? അവർക്ക് മാത്രമേ അടിയന്തരാവസ്ഥ എന്താണെന്ന് മനസ്സിലാവൂ. ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വേണം. അടിയന്തരാവസ്ഥയെപ്പറ്റി വലിയ പുസ്തകമൊന്നുമില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയാണ്, മലയാളത്തിൽ. കാരണം അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം ചെയ്തത് RSSകാരാണ്. RSSകാർ പൊതുവേ പുസ്തകം എഴുതുന്ന ആൾക്കാരല്ല. അവരെഴുതിയില്ല, അടിയന്തരാവസ്ഥയെ പറ്റി പുസ്തകമില്ല.
മാർക്സിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചിരുന്നില്ല. അവിടെ ഇവിടെയും കുറച്ച് അറസ്റ്റൊക്കെ നടന്നിരുന്നു, പോലീസുമായിട്ട് മെക്കിട്ട് കയറി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല. അവരാണ് ഈ സമരം നയിച്ചതെങ്കിൽ അവർ വലിയ വോളിയം ഉണ്ടാക്കിയത്. ബട്ട് RSSൻ്റെ ഹരിയേട്ടൻ്റെ 2 പുസ്തകങ്ങളുണ്ട് അടിയന്തരാവസ്ഥയിൽ. അതിൽ മർദ്ദനമേറ്റവരുടെ ലിസ്റ്റ് അത് ഇതൊക്കെ ആയിട്ട് ഹരിയേട്ടൻ ഒരു ഡോക്യുമെൻറ്റിങ് ടൈപ്പായിരുന്നു. അതുകൊണ്ട് ഹരിയേട്ടൻ അത് ഡോക്യുമെൻ്റ് ചെയ്തു, അതെങ്കിലും അവൈലബിൾ ആണ്. പിന്നെ വേറെയും കുറേ പുസ്തകങ്ങളുണ്ട് കേട്ടോ, ചെറിയ രീതിയിലാണെങ്കിലും ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ബട്ട് ഒരു മേജർ ഹിസ്റ്റോറിക്കൽ ഇതില്ല. അതുകൊണ്ടാണ് മോദി ഈ അടിയന്തരാവസ്ഥയുടെ ഓർമ്മ ദിവസം കൊണ്ടാടാൻ തീരുമാനിച്ചത്. അതുപോലെ പാർട്ടീഷൻ, അതൊരു ഹൊററായിരുന്നു, അത് ഓർമ്മിക്കണം നിരന്തരം. ഹോളോകാസ്റ്റ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയിൽ ഉണ്ട്. ജർമ്മനിയിലോ ഇസ്രായേലിലോ ഹോളോകാസ്റ്റ് മ്യൂസിയം. ഹിറ്റ്ലർ ഇത്ര പേരെ ഇന്ന രീതിയിലൊക്കെ കൊന്നിരുന്നു എന്ന് മനസ്സിലാക്കണം. ടിജി, അതല്ല ഞാനിപ്പോൾ എൻ്റെ ചോദ്യത്തിന് എനിക്ക് സത്യം പറയട്ടെ തൃപ്തികരമായൊരു മറുപടി കിട്ടിയില്ല. കാരണം മോഹൻജി ഭാഗവത് മുമ്പൊരിക്കൽ പറഞ്ഞു, അതായത് നമ്മളിനി എല്ലാ പള്ളികളുടെ അടിയിൽ ക്ഷേത്രങ്ങൾ തപ്പി നടക്കണ്ട, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ വീണ്ടും പറഞ്ഞു പുതിയ ഹിന്ദു നേതാക്കന്മാർ ഇങ്ങനെ പള്ളികൾക്കടിയിലുള്ള വിഗ്രഹങ്ങൾ തപ്പി ഉണ്ടായി വരണ്ട എന്ന് പറഞ്ഞു. ടി.ജി. പറഞ്ഞതുപോലെ ബാബറി പള്ളി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രമായിരുന്നുവെന്ന് പ്രകടമായി പ്രത്യക്ഷത്തിൽ കാണാമായിരുന്നു. അങ്ങനെ സോമനാഥിൽ കാണാം, ഗ്യാൻവാപ്പിയിൽ കാണാം, ഒരുപാട് സ്ഥലത്ത് കാണാം. അതൊക്കെ നമ്മുടെ മുന്നിൽ അച്ഛൻ പറഞ്ഞില്ലെങ്കിലും അടയാളം പോലെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു വല്ലാത്ത ഒരു മുന്നോട്ട് വന്ന ഒരു ഹിന്ദു പ്രവേഗം ഉണ്ടായി വന്നതിന് ഒരു ബ്രേക്ക് ഇട്ടു മോഹൻജിയുടെ വിലക്ക്. അത് നിൽക്കെയാണ് വീണ്ടും മോഹൻജി പറയുന്നു രാമക്ഷേത്രത്തിൻ്റെ നിർമ്മിതി സ്വാതന്ത്ര്യമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ഒരു ആശ്വാസം കിട്ടി എന്ന് കരുതുന്ന ഒരുപാട്. അതെ, ഈ ഒരു മോഹൻജി നടത്തുന്നത് രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല. അതുകൊണ്ട് രാഷ്ട്രീയ പ്രസംഗത്തിലെ പോലെ ഒരു വാക്കെടുത്തിട്ട് ഇതിങ്ങനെ പറഞ്ഞത് എന്ത് എന്നൊക്കെ ചോദിച്ചാൽ അത് ശരിയുമല്ല. അദ്ദേഹത്തിൻ്റെ മുഴുവൻ സ്പീച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ആൾക്കാരുടെ സ്പീച്ച് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ സ്പീച്ച് പോലെ അല്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്പീച്ച്. ജവഹർലാൽ നെഹ്റു ഈസ് എ പൊളിറ്റീഷ്യൻ. ആ സ്പീച്ചിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം അടർത്തിയെടുത്തിട്ട് നെഹ്റുവിനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാം. ബട്ട് ഡോക്ടർ രാധാകൃഷ്ണൻ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഹി വാസ് നോട്ട് എ പൊളിറ്റീഷ്യൻ, പ്രാക്ടീസിങ് പൊളിറ്റീഷ്യൻ അല്ല. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. നരേന്ദ്രമോദിയിലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. നരേന്ദ്രമോദി ഇത് ആലോചിക്കുകയും ചെയ്യും. ഞാനിതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റത് അങ്ങനെയായിട്ട് ഇങ്ങനെ. ഇദ്ദേഹത്തിന് അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ തമ്മിൽ ഇതേ വിഷയം മുമ്പൊന്ന് സംസാരിച്ചു. കാരണം സംസാരിച്ചപ്പോൾ അന്ന് പറഞ്ഞത് ഓർഗനൈസറിൻ്റെ ലക്കത്തിൽ എഡിറ്റോറിയൽ വന്നു. അപ്പോൾ ടി.ജി. അന്ന് പറഞ്ഞത് അത് നേരത്തെ പേജ് സെറ്റ് ചെയ്ത് പോകുന്നു. അതിൻ്റെ കൂടെ ടി.ജി. ഒരു ആശ്വസിപ്പിക്കുന്നൊരു വാക്ക് പറഞ്ഞു, ഒരു ക്ലാരിഫിക്കേഷൻ അത് വരും, വൈകാതെ വരും എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് മോഹൻജി ഇങ്ങനെ പറയുന്നത്, അതായത് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയോടെയാണ് സ്വാതന്ത്ര്യം ഉണ്ടായത്. ഞാനടക്കമുള്ള ഒന്ന് പൂർത്തിയാക്കട്ടെ, ഞാനടക്കമുള്ള സാധാരണ ഹിന്ദുക്കൾ അത് ക്ലാരിഫിക്കേഷനായിട്ട് കരുതി. അങ്ങനെയല്ല എന്നാണെന്നോ ടി.ജി. പറയുന്നത്? ഇല്ല, അത് ക്ലാരിഫിക്കേഷനൊന്നുമല്ല. അത് അപ്പോൾ മോഹൻജി പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണ്. മറ്റതിൻ്റെ ക്ലാരിഫിക്കേഷനൊന്നും അല്ല. ഇത് വേറൊരു പ്രസംഗമാണ്. ക്ലാരിഫിക്കേഷൻ ഞാൻ വരും എന്ന് പറയുന്നത് അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഉദ്ദേശിച്ച് തയ്യാറാക്കിയ ഒരു പ്രസംഗമോ അങ്ങനെ എന്തെങ്കിലും വരും. ഇത് അങ്ങനെയല്ല, ഇതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. വിഷമിച്ചു പോയവർ ഇത് അങ്ങനെ കണ്ട് ആശ്വസിച്ചു. അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഈ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മോഹൻജി ഒരു അഗ്രസീവായിട്ട് എപ്പോഴും സംസാരിക്കണം എന്ന് പ്രതീക്ഷിക്കരുത്. RSSനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണ RSSകാർക്ക് തന്നെയുണ്ട്. പുതിയ RSSകാർക്ക് കേട്ടോ, പഴയവർക്ക് അതൊന്നുമില്ല. ഒന്ന്, ഇതൊരു ടെമ്പിൾ പ്രൊട്ടക്ഷൻ സേനയാണ്. അമ്പലം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് RSS എന്ന് ചോദിക്കുന്നു. ഓഹോ, അമ്പലം സംരക്ഷിക്കലല്ലേ മുഖ്യ അജണ്ട, എന്നാൽ പിന്നെ ഞാൻ RSSൽ ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവരുണ്ട്. അമ്പലത്തെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അമ്പലത്തിനപ്പുറവും മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഈ അമ്പലം, പൂജ, ദൈവം എന്നൊക്കെ പറയുന്നത്. അത് കൂടാതെ ഒരു സോഷ്യൽ ലൈഫ് എത്രയോ കിടക്കുന്നു. ആ സോഷ്യൽ ലൈഫിൽ എപ്പോഴും അമ്പലത്തിൻ്റെ ഒരു സ്വാധീനമുണ്ട്. അത് ആധ്യാത്മികതയായിട്ട് നമ്മളുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ഉറഞ്ഞുകൂടി കിടക്കുന്നു.
അപ്പോൾ അമ്പലത്തെ പറ്റി മാത്രം സംസാരിക്കുക, അമ്പലം പണിയുന്നതിനെ പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റേത് പൊളിക്കുന്നതിനെ പറ്റി സംസാരിക്കുക, ഇതിന് കേസ് കൊടുക്കുന്നതിനെ പറ്റി സംസാരിക്കുക, ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുക. അത് കുറച്ച് പേരുടെ ആഗ്രഹം മാത്രമാണ്. അങ്ങനെ സർസംഘചാലകർ ചെയ്യാറില്ല. വിജയദശമി പ്രസംഗം തന്നെ നോക്കിക്കുക, 10-14 പേജ് ഉണ്ടാകും. അതിനകത്ത് 1-2 പഞ്ച് ലൈൻ എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ചെയ്യും. രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ വായടപ്പിക്കാനായിട്ട്. എല്ലാ പ്രസംഗങ്ങളും അങ്ങനെയാണ്. എല്ലാവരുടെ എല്ലാ പ്രസംഗങ്ങളിലും 1-2 വരി എടുക്കുന്നത്. അത് ഇപ്പോൾ ഗോൾവൽക്കറുടെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഗോൾവൽക്കർ ഒരിക്കൽ ഈ UCC ഉണ്ടല്ലോ, BJPയുടെ പ്രിയപ്പെട്ട അജണ്ടയാണ്. ഈ UCC എന്തുകൊണ്ട് മുസ്ലിങ്ങളെ കൂടെ അതിനകത്ത് ചേർത്തുകൂടാ എന്ന് ഗോൾവൽക്കറോട് ചോദ്യം. ഗോൾവൽക്കർ പറഞ്ഞു, അത് അവരെ പറഞ്ഞ് സമ്മതിച്ച് അവരുടെ ഇടയ്ക്ക് നിന്ന് ആവശ്യം വരട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് 1971-ലോ 72-ലോ മറ്റോ. അധികം താമസിയാതെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. ബട്ട് അവിടെ RSSO BJP അത് വിട്ടില്ല. ഏകദേശം 85 കഴിഞ്ഞപ്പോൾ UCC വേണം എന്നുള്ള ആവശ്യം. ഇതിപ്പോൾ ഗോൾവൽക്കർ പറഞ്ഞതിന് കോൺട്രഡിക്റ്റ് ആണ്. ഗോൾവൽക്കർ പറഞ്ഞിട്ട് പിന്നെയും വർഷങ്ങൾ കുറേ കടന്നുപോയി, ഈ സാധനം നടക്കുന്നില്ല. അതുകൊണ്ട് വി ആർ റേസിങ് ഇറ്റ് അഗെയിൻ. ഇത് ഈ എല്ലാം നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂടിലാണ് എപ്പോഴും കാണുന്നത്. എന്നുവെച്ചാൽ കേന്ദ്ര സെക്രട്ടറി പറയുന്നത് തന്നെ ബ്രാഞ്ച് സെക്രട്ടറി വരെ ഉള്ളവർ റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു ചട്ടക്കൂട് RSSനില്ല. അതുകൊണ്ട് RSSൽ വ്യത്യസ്തമായ അഭിപ്രായം പറയാം, അത് പരസ്യമായിട്ട് പറയാം. അത് പരസ്യമായിട്ട് പറഞ്ഞവനാണ്, എന്നെ ആരും തൂക്കിക്കൊന്നില്ലല്ലോ. അത് പരസ്യമായിട്ട് പറഞ്ഞ ദിവസവും ഞാൻ ഭക്ഷണം കഴിച്ചത് RSSൻ്റെ കാര്യാലയത്തിൽ നിന്നാണ്. യു ഹാവ് എ ഡിഫറെൻ്റ് ഒപ്പീനിയൻ, വെൽ യു ഹാവ് എ ഡിഫറെൻ്റ് ഒപ്പീനിയൻ. അതിനെന്താണ്? അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഈ ഒരു വാർപ്പ് മാതൃകയുണ്ടല്ല, ആ വാർപ്പ് മാതൃകയ്ക്ക് പുറത്ത് കടന്ന് ചിന്തിച്ചാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പഴയ കോൺഗ്രസ് ആലോചിച്ച് നോക്ക്, സ്വാതന്ത്ര്യ സമര കാലത്ത് തുടക്കത്തിൽ, പിന്നെ അത് നെഹ്റു ഇങ്ങനെ ഇതുപോലെ, നെഹ്റു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അതുകൊണ്ട് പുള്ളി ഈ ചിന്താഗതിയിൽ കൊണ്ടുവന്നു. നേരത്തെ ഗാന്ധി ആൻഡ് അനാർക്കി ഈ പുസ്തകം എഴുതിയതാരാ? മലയാളിയായ ഏക AICC പ്രസിഡന്റ് സർ C ശങ്കരൻ നായർ. എന്നാൽ അദ്ദേഹം ഗാന്ധിയുടെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിലുമുണ്ട്. ഗാന്ധിയുടെ പോളിസീസ് അനാർക്കിയിലേക്ക് നയിക്കും എന്ന് പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. ഗാന്ധി ആ പുസ്തകം നിരോധിക്കണമെന്ന് പറയാൻ പോയില്ല. അതിനെ ചൊല്ലി വാക്ക് തർക്കമോ വഴക്കമോ ഒന്നും ഉണ്ടായില്ല. ശങ്കരൻ നായർക്ക് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷെ പരമയോഗ്യനാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസത്തിൻ്റെ മുഷയിൽ ഇത് ആ വാർപ്പ് മാതൃകയിൽ ഇത് നിൽക്കിയില്ല ഈ സാധനം. അതെങ്ങനെ? ഒന്നുകിൽ ഗാന്ധി പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞിട്ട് ഇയാളെ പുറത്താക്കണം, സർ C ശങ്കരൻ നായരെ പുറത്താക്കണം, അല്ലെങ്കിൽ സർ C ശങ്കരൻ നായർ ശരിയാണെന്ന് പറഞ്ഞിട്ട് ഗാന്ധിയെ പുറത്താക്കുക. രണ്ടിലൊന്നും ചെയ്യണം. അല്ലാതെ എന്ത് പ്രസ്ഥാനം അല്ല. ഈ രണ്ടുപേരെയും ചേർന്ന് മുന്നോട്ട് പോകാം. നമ്മൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കട്ടെ. എല്ലാവർക്കും ഒരേ അഭിപ്രായം വരുന്ന ഒരു സ്ഥിതി ലോകത്തില്ല. അതുണ്ടാകും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ തോന്നൽ. അതുണ്ടാക്കാൻ ശ്രമിച്ചിട്ടാണ് അവർ ഈ സകല സ്ഥലത്തു നിന്നും പൊളിഞ്ഞ് പാളീസായിട്ട് ഇപ്പം പിന്നെ കമ്മ്യൂണിസം ഒന്നുമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേരുള്ളൊരു പാർട്ടി, ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു കലാശിക്കാൻ കാര്യം അവർ ഈ ഡിസെൻറ്റ് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നേരത്തെ മുതൽ ഈ ഡിസെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഫൈനൽ വേർഡായിട്ട് ഞാൻ പറയട്ടെ, ശങ്കരൻ്റെ അദ്വൈതം അത് അൾട്ടിമേറ്റ് ആണെന്ന് എല്ലാവരും പറയുന്നു. അതിനുശേഷമാണ് മാധ്വൻ്റെ ദ്വൈതവാദം വന്നത്. അത് ശങ്കരൻ്റെ കൂട്ടത്തിൽ നിന്ന് ആരും അതിനെ ഖണ്ഡിച്ചിട്ടില്ല. അപ്പോൾ ഫൈനൽ വേർഡ് ആരുടെയാണ്? മാധ്വൻ്റെയാണ്. ഭാരതത്തിൽ ഹിന്ദു എന്താ ചെയ്തത്? രണ്ടുപേരെയും അംഗീകരിച്ചു. ഞാനും സുനിലും ഒക്കെ അമ്പലത്തിൽ പോകുന്നില്ലേ, തൊഴുന്നില്ലേ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ലേ, ലോട്ടറി അടിക്കണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുന്നില്ലേ. നമ്മളും ദൈവവും വേറെയല്ലേ? വേറെയാണ്. നമ്മളുടെ ആചരണത്തിൽ നമ്മളും ദൈവവും വേറെയാണ്. ബട്ട് സൈദ്ധാന്തികമായിട്ട് നമ്മൾ ശങ്കരനെ തള്ളി പറയുമോ? അദ്വൈതം തെറ്റാണ്, കണ്ടില്ലേ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ദിവസം പ്രാർത്ഥിക്കും എന്ന് പറയും? ഇല്ല. അപ്പോൾ മാധ്വനെയും ശങ്കരനെയും ഒരേപോലെ കൊണ്ടു നടക്കാനുള്ള കഴിവ് ഹിന്ദുവിനാണുള്ളത്.
ഇത് കമ്മ്യൂണിസത്തിന് സാധിക്കില്ല, ക്രിസ്ത്യാനിറ്റിക്ക് സാധിക്കില്ല, ഇസ്ലാമിന് സാധിക്കില്ല. ഇതാണ് തമ്മിലുള്ള ബേസിക് വ്യത്യാസം. നമ്മളുടെ ചിന്തകൾ ഹിന്ദു ആക്കിക്കഴിഞ്ഞാൽ ശരി അത് പറഞ്ഞു, ഇപ്പോൾ അത് പറഞ്ഞ പോലെ അല്ലല്ലോ ഇത് പറഞ്ഞത്, ശരി വ്യത്യാസം വന്നു. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ടി ജി ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് 1 വർഷം പൂർത്തിയായി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ 1-ാം വാർഷികത്തിൽ അത് ഇന്ത്യക്കാർക്ക്, ഹിന്ദുക്കൾക്ക് നൽകുന്ന സന്ദേശം എന്താ? അയോധ്യയിലെ സന്ദേശം ഹിന്ദുക്കൾ ഒന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിവിലൈസേഷൻ മുറിവുകൾ നമുക്ക് പൂർണ്ണമായിട്ട് മായ്ക്കാൻ പറ്റും. തിരിച്ചു പിടിക്കാൻ പറ്റുമോ? തിരിച്ചു പിടിക്കാനും പറ്റും. എന്തുകൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റില്ല? തിരിച്ചു പിടിക്കേണ്ട എന്നല്ലേ പറയുന്നത്? തിരിച്ചു പിടിക്കേണ്ട എന്ന് പറഞ്ഞു, ഹർ ദിൻ ഏക് പ്രകടനിലേക്ക് ഘൂമത്തെ ഹൈ ഓ ठीक नहीं, ഓരോ ദിവസം കുത്തിപ്പൊക്കരുത്. ഇത് കുത്തിപ്പൊക്കലില്ല. ഇപ്പോൾ സമ്പലിൽ നോക്കൂ, അവിടെ ഓൾറെഡി ഈ അമ്പലം പൊളിച്ച് പള്ളി പണിഞ്ഞതല്ല, അമ്പലം മൂടിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പം ജസ്റ്റ് സ്ലാബ് മാറ്റിക്കഴിഞ്ഞാൽ അടിയിൽ അമ്പലമാണ്. ഇറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്ലാരിഫിക്കേഷൻ താമസിയാതെ വരും എന്ന് പറയുന്നത്. മറ്റേ ഞാൻ പറഞ്ഞു, സർസംഘചാലകൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അതേ RSSും BJP നിലപാടെടുത്തത്. അപ്പോൾ ഇത് മാറിയും മറിഞ്ഞും വരുന്നൊരു സാധനമാണ്. വേറൊരു ഉദാഹരണം നേരത്തെ ഞാൻ സുനിലിനോട് പറഞ്ഞിരുന്നു. 59-ലെ വിമോചന സമരത്തിൽ കേരളത്തിൽ RSS പങ്കെടുത്തു. അത് ശരിയല്ല എന്ന് ഗുരുജി ഗോൾവൽക്കറും പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ നിങ്ങൾ ബഹളം വെച്ച് കച്ചറയുണ്ടാക്കി ഇറക്കി വിടുന്നത് മര്യാദയല്ല. ഗുരുജി ഗോൾവൽക്കർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റായിരുന്നു, എല്ലാം നിയമമനുസരിച്ച് പോകണം എന്നുള്ള അഭിപ്രായക്കാരൻ. ആ അഭിപ്രായം അദ്ദേഹം പറഞ്ഞതല്ലാതെ അതൊരു ഫത്വയായിട്ട് കേരളത്തിലേക്ക് അപ്ലൈ ചെയ്തില്ല. കേരളത്തിൽ അപ്പോഴേക്കും ഈ സമരത്തിൻ്റെ കൂടെ കുറച്ച് പേരേ ഉള്ളൂ. അന്ന് 59-ലൊക്കെ RSS വലിയൊരു ഫോഴ്സൊന്നുമല്ല. ബട്ട് ഉള്ള ഫോഴ്സ് ഓൾറെഡി വിമോചന സമരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. സോ അന്നും ഈ പ്രശ്നമില്ലായിരുന്നു. ഗുരുജി പറഞ്ഞു കേരളത്തിലെ RSSകാർ കേട്ടില്ല. കേട്ടില്ല. ഈ പറഞ്ഞ അയോധ്യ സംഭവം നടക്കുമ്പോൾ HV ശേഷാദ്രിജി അവിടെയുണ്ട്, സർക്കാർ ജനറൽ സെക്രട്ടറി, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി, മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു പൊളിക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞു. ആ പൊളിക്കുന്ന കൂട്ടത്തിൽ RSSകാരും ഉണ്ടായിരുന്നു. അവരെങ്കിലും നിർത്തിയില്ല. So there are several instances wherein the organization sometimes goes out of control. രാജുഭായി അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു, ഇറ്റ് വാസ് എ സാഡ് ഡേ. എന്താ സാഡ് ഡേ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ബ്രേക്ക് ഇട്ടാൽ നിൽക്കുന്നൊരു വണ്ടിയാണ് RSS എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ബ്രേക്ക് ഇട്ടിട്ടും ശേഷാദ്രിജി ബ്രേക്ക് ചെയ്തിട്ടും അത് നിന്നില്ല. ഐ എം സാഡ്. അച്ചടക്കമില്ലാതെ പോയി. ആ സമയത്ത് അച്ചടക്കമില്ലാതെ പോയി. RSS ഇതെല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞത് തെറ്റിപ്പോയോ, നിൽക്കാൻ പറഞ്ഞപ്പോൾ നിന്നോ, ഓടാൻ പറഞ്ഞപ്പോൾ ഓടിയില്ലെങ്കിൽ എന്തുകൊണ്ട്. RSSൻ്റെ സക്സസിൻ്റെ രഹസ്യം അതാണ്. ദേ ഡിസ്കസ് ദെയർ ഫെയിലുവേഴ്സ് ഓൾസോ വിത്ത് ദെയർ കേഡർ, എല്ലാവരുമായിട്ട്. ഏതായാലും ഒരുപാട് പേര് കാത്തിരുന്ന ആ വിശദീകരണം വന്നു എന്നാണ് കരുതിയത്. അത് വിശദീകരണമല്ല എന്ന് ടി ജി പറഞ്ഞപ്പോഴാണ്. ഇല്ലാതെ മറ്റതിൻ്റെ വിശദീകരണമൊന്നും അല്ല. അത് ആലങ്കാരികമായൊരു ഭാഷ നമ്മൾ പറഞ്ഞു. സാധാരണ നമ്മൾ ഊണ് കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞു, വയറ് നിറഞ്ഞു. ഒരു ലഡു തന്നു കഴിയുമ്പോൾ അത് ഇപ്പോഴാണ് ശരിക്കും വയറ് നിറച്ചത്. എന്നാൽ പിന്നെ ഒരു മുറുക്കാനും കൂടെ പിന്നെ തൃപ്തിയായി. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ആലങ്കാരികമായ കാര്യമാണ്. അപ്പോൾ വിശദീകരണം വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.